ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഒന്ന് മീൻ പൊരിച്ച് നോക്കിയാൽ പിന്നെ നിങ്ങൾ വേറൊരു ടൈപ്പ് നിങ്ങൾ ട്രൈ ചെയ്യില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഫിഷ് ഫ്രൈക്ക്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. അതിനായി ഒരു മിക്സിയിലോട്ട് കുറച്ച് പച്ചക്കുരുമുളക് ഇട്ട് കൊടുക്കണം. ഞാൻ ഒരു പിടി പച്ചക്കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 4 അള്ളി വെളുത്തുള്ളി, അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. അതിനുശേഷം ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുറച്ച് വാളംപുളി പിഴിഞ്ഞ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും. നമ്മളിവിടെ പൊരിക്കാനായി എടുത്തിരിക്കുന്നത് മീനുകളിൽ സുന്ദര കുട്ടപ്പന്മാരായ അയിലയാണ്. അതിന് മേലാകെ ലൈൻ ഇട്ട് കൊടുക്കണം. അതിന് കുളിച്ച് കുട്ടപ്പനാക്കി അതിൻ്റെ മേലോട്ട് നമ്മുടെ ഈ മസാല ഇതേപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മത്തിയിലോ ചൂരയിലോ ഏത് മീനിൽ വേണമെങ്കിൽ ചെയ്യാം ഈ ഒരു മസാല. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു വട്ടം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഈ ലൈൻ ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ മസാലയെല്ലാം അതിനോട്ട് ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ പീസിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാ സൈഡും നല്ലപോലെ ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം. നമ്മളിത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചാൽ ആ മസാലയൊക്കെ അതിലോട്ട് പിടിക്കുള്ളൂ. നമ്മൾ വെറുതെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ. അതിനായിട്ടാണ് നമ്മൾ ഈ ലൈനെല്ലാം ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മീൻ ഏകദേശം എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ട് നമുക്ക് ഈ മസാലയെല്ലാം ഇതിലോട്ട് നല്ലപോലെ പിടിച്ചിരിക്കാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങൾക്ക് ഇതേപോലത്തെ കുക്കിംഗ് വീഡിയോസും റെസിപ്പീസും എല്ലാം ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണാം. നമ്മളൊപ്പം കൂടും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനി ഒന്ന് പൊരിച്ചെടുക്കണ്ടേ. അതിനായി ഒരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ കുക്കിംഗ് ഓയിലോ ഒക്കെ വെച്ച് പൊരിക്കാം. പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ എണ്ണ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഒന്ന് വാട്ടിയെടുക്കണം. എന്നാലും നമുക്ക് ആ ഫിഷിലോട്ട് കറിവേപ്പിലേൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും. അതൊരു വേറെ ലെവലാണ്. നമ്മളിവിടെ 2 കറിവേപ്പില വെച്ച് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അത്രയ്ക്കും ടേസ്റ്റ് കൂടും. നമ്മുടെ മീനിലോട്ട് അതെല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നമ്മളെ മീൻ ഓരോന്നായിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മളെ മീൻ ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് മറിച്ചിട്ട് കൂടി ഒന്ന് വേവിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഡെഫിനറ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യണേ. ഇതിനോടൊപ്പം ചോറും ഇതും കൂടി കൂട്ടി കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കറിയുടെയും ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ സാധനം കേട്ടോ. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.